നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. നമ്മൾ തയ്ക്കുന്ന ബ്ലൗസിനും അതുപോലെ തന്നെ കുർത്തിക്കുമൊക്കെ ഈ പോട്ട്ലി ബട്ടൺസ് വെച്ചിട്ട് നമുക്ക് നെക്ക് ഡിസൈനൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് കളറാണോ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കുന്നത് സെയിം കളറിൻ്റെ നൂല് വേണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിയുടെ നീളവും വീതിയും ഒന്ന് കാണിച്ചു തരാം. 2.5 ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് നീളത്തിലുമാണ് ഞാനിപ്പോൾ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് എത്ര പോട്ട്ലി ബട്ടൺസ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ സെയിം അളവിൽ തുണി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതുപോലുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് തുണി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ സെയിം കളർ തന്നെ എടുത്തിട്ടുണ്ട്. സെയിം കളർ തന്നെ ആവണം എന്നൊന്നുമില്ല. ആ തുണി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കാൻ എത്രത്തോളം ആവശ്യമാണെന്ന് വെച്ചാൽ അത്രത്തോളം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കുറച്ചേ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ 2.5 ഇഞ്ച് നീളത്തിലും വീതിയിലും കട്ട് ചെയ്ത് വെച്ച് ഈ പീസ് എടുക്കാം. ഈ പീസിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നമ്മളിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ഈ തുണികളുണ്ടല്ലോ അത് കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള നൂല് ഇതിന് ഒന്ന് നമ്മൾ ആ പിടിച്ചിട്ടുള്ള അവിടെ വെച്ചിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ആദ്യം ഇതുപോലെ ചുരുട്ടുക, അതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ഒരു 2-3 തവണ കെട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പോട്ട്ലി ബട്ടൺ ആയിട്ടുണ്ട്. നമുക്ക് എത്ര എണ്ണം വേണം വെച്ചാൽ അത്ര എണ്ണം നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ വേറെ കളറിൻ്റെയാണ് വേണ്ടതെങ്കിൽ വേറെ വേറെ കളർ വെച്ചിട്ട് ചെയ്തെടുക്കാം. പോട്ട്ലി ബട്ടൺസിൻ്റെ സൈസും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടതുപോലെ എടുക്കാം. വലിയ പോട്ട്ലി ബട്ടൺസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സെൻറ്ററിൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ചും കൂടി അധികം വെച്ച് കൊടുക്കുക. കുഞ്ഞ് പോട്ട്ലി ബട്ടൺ ആണ് വേണ്ടതെങ്കിൽ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ മെത്തേഡാണിത്. പോട്ട്ലി ബട്ടൺ ഉപയോഗിച്ചിട്ട് നെക്ക് ഡിസൈനൊക്കെ ചെയ്താൽ കുർത്തിയും ബ്ലൗസും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് പോട്ട്ലി ബട്ടൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ലെവലില്ലാത്ത കുറച്ച് തുണികളുണ്ട്. ആ തുണികൾ ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കണം. എല്ലാം അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ രീതിയിലൊന്ന് പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.